മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം അകന്നമാകിയതേ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അകന്നമാകിയതേ ഒരുങ്ങാം വിശുദ്ധിയോടെ. വേഗത്തിൽ കാണുന്ന നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ കാണുന്ന നാളിൽ പ്രിയൻ പൊന്മുഖം. യുദ്ധങ്ങളും താമസവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ. യുദ്ധങ്ങളും താമസവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ. യേശുവനായി ഒരുങ്ങാം വിശുദ്ധിയോടെ. യേശുവനായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ കാണുന്ന നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ കാണുന്ന നാളിൽ പ്രിയൻ പൊന്മുഖം. ോഷങ്ങളും മരണവാദും നീ ഭയപ്പെടാതെ. ോഷങ്ങളും മരണവാദും നീ ഭയപ്പെടാതെ. മണ്ണോടു ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. മണ്ണോടു ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ കാണുന്ന നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ കാണുന്ന നാളിൽ പ്രിയൻ പൊന്മുഖം. ഉയർത്തും ശ്രാവണനാദം കേൾക്കുമ്പോൾ. ഉയർത്തും ശ്രാവണനാദം കേൾക്കുമ്പോൾ. ആറ്റിടും നാളിൽ രൂപാന്തരം പ്രാപിക്കും. ആറ്റിടും നാളിൽ രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ കാണുന്ന നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ കാണുന്ന നാളിൽ പ്രിയൻ പൊന്മുഖം. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നലെ ഓർപ്പിച്ചതുപോലെ അനേക നാളുകൾക്ക് ശേഷം ഒരിക്കൽ കൂടെ വൈപ്പിൻ സഭയിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ തന്നു. ക്ഷണിച്ച നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പാട്ടുപാടിയ 22 പേരെയും കർത്താവ് സഹായിക്കട്ടെ. ഇത്രയും പേര് ഒന്നിച്ച് ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് പാടാൻ ഈ സ്ഥലസഭ ഒരു അവസരം തരുന്നെങ്കിൽ നിങ്ങൾ ഒത്തിരി നന്ദിയുള്ളവരായിരിക്കണം. അങ്ങനെ
നിങ്ങൾ അവരെ പാടാൻ അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത്രയും ഔദാര്യ മനസ്സുള്ളവരാണ് എന്ന് ഞാൻ കരുതുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഞാൻ എൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ശാരീരികമായിട്ടൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ കർത്താവ് കൃപ തരുന്നു, കർത്താവ് നടത്തുന്നു, സഹായിക്കുന്നു. തുടർന്നുള്ള നാളുകളിലും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. എപ്പോഴും ഒന്നും പ്രാർത്ഥിക്കേണ്ട, നിങ്ങൾ വല്ലപ്പോഴും ഓർക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എൻ്റെ വീട്ടിൽ ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, മോളുടെ വിവാഹം കഴിഞ്ഞു. മകളും മരുമകനും ബാംഗ്ലൂരിൽ ജോലിയുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുന്നു. മോൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, MBAക്ക് ഫസ്റ്റ് ഇയറാണ്. വീട്ടിൽ പപ്പായും മമ്മിയുമുണ്ട്. അവർ 80 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളവിടെ പാർക്കുന്നു. ഞങ്ങൾ യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്നാണ് കർത്താവിനെ അറിയാൻ ഇടയായി തീർന്നത്. എന്നാൽ വാസ്തവമായിട്ട് കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്ന് സ്നാനപ്പെട്ട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ചേരുവാൻ ഇടയായത് മുഖാന്തരം എൻ്റെ കുടുംബത്തിലെ എല്ലാവരും കർത്താവിനെ അറിയാൻ ഇടയായി എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും അവരും ഏതാണ്ട് 85-ാമത്തെ വയസ്സിലാണ്, 85-86 വയസ്സിലാണ് അവരും കർത്താവിനെ അറിയാനും രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും ഇടയായി തീർന്നത്. അതിനുശേഷമാണ് അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. എൻ്റെ പപ്പായും മമ്മിയും അവരെല്ലാവരും പിന്നീട് കർത്താവിനെ അറിയാനായിട്ട് ഇടയായി തീർന്നു. എനിക്കൊരു പെങ്ങളുണ്ട്. പെങ്ങളും കുടുംബമായിട്ട് കർത്താവിനെ അറിയുവാനും സ്നാനപ്പെടുവാനുമൊക്കെ ആ കാലയളവുകളിൽ ഇടയായി എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. ഞാനായിരിക്കുന്നത് പുനലൂർ ചെമ്മന്തൂർ ബ്രദറൻ ചർച്ചിലാണ്. ആ സഭയുമായിട്ടൊരു നല്ല ബന്ധം ഇവിടെയുണ്ട്. ജോബി ബ്രദറിൻ്റെ സഹോദരിയെ പുനലൂരിലുള്ള ഒരു സഹോദരനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്, സുനിൽ. നിങ്ങൾക്കെല്ലാവർക്കും ആ നിലയിൽ പരിചയവും ഉണ്ട് എന്ന് വിചാരിക്കുന്നു. എന്നാൽ ആ വിവാഹത്തിൻ്റെ സമയങ്ങളിൽ ഞാൻ ഡൽഹിയിൽ 3 വർഷമായിരുന്നതുകൊണ്ട് നിങ്ങളെ ഒന്നും കാണാനും പറ്റിയില്ല. അല്ലെങ്കിൽ അന്ന് തന്നെ നിങ്ങളെ കൂടുതലായിട്ട് ആ നാളുകളിൽ പരിചയപ്പെടാൻ ഇടയാകുമായിരുന്നു എന്ന് വിചാരിക്കുക. കർത്താവ് സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്ന് പകലിലും ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് പറയാനുള്ളത് എന്താണെന്ന് വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ 1-2 സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞ ഒരു വിഷയം തന്നെ ആവർത്തിച്ച് ഞാൻ ഇവിടെയും അതിൻ്റെ ചില വ്യത്യസ്ത തലങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ വിഷയം ക്രിസ്തുവിലുള്ള പൗലോസിൻ്റെ വഴികളായതുകൊണ്ട് കർത്താവിൻ്റെ ചില വഴികളെക്കുറിച്ച് ഇന്നൊന്ന് പറയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അതിനോടുള്ള ബന്ധത്തിൽ ആ വിഷയം വരുന്നത് കൊണ്ട് ആ വിഷയം തന്നെ ഇന്ന് എടുക്കാം എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. അതിനായിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിലേക്കൊന്ന് വന്ന് അവിടെ നിന്നും ഒരു വേദഭാഗം വായിച്ച് ചില ആലോചനകൾ പങ്കുവെക്കാം എന്ന് വിചാരിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 50-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 50-ാമത്തെ വാക്യം. മതി. അനന്തരം അവൻ അവരെ ബേഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഈ 24-ാം അധ്യായത്തിലെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവിൻ്റെ അനേക പ്രത്യേകതകൾ ആ 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ നടന്ന പ്രത്യേക സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ചിലർക്ക് പ്രത്യക്ഷമാകുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് വ്യക്തമായിട്ടുള്ള എല്ലാ രേഖകളും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും മറ്റുള്ള സുവിശേഷങ്ങളോട് ചേർത്ത് നമ്മൾ ഈ അധ്യായങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അതിനിടയിൽ നടന്ന ചില സംഭവങ്ങളിലൂടെ ചേർത്ത് ഞാനിന്ന് പറയുകയാണ്. അതിനുശേഷം എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരോടുകൂടെ നമ്മുടെ കർത്താവ് ചേർന്ന് നടന്ന് അവരോടൊപ്പം
അവരുടെ വീട് വരെ ചെന്ന് അവരെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി അവരെ മടക്കിക്കൊണ്ട് യെരുശലേമിൽ കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. യെരുശലേമിൽ വന്ന് ശിഷ്യന്മാരോടൊപ്പം അവർ പിന്നെയും പ്രാർത്ഥനയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതിനുശേഷം ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. മോശയുടെ ന്യായപ്രമാണ പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്ന് വ്യക്തമായിട്ട് അവരോട് പറയുകയുണ്ടായി. അതിനുശേഷം കർത്താവ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് വായിക്കുന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ലോർഡ് ഓപ്പൺഡ് ദെയർ അണ്ടർസ്റ്റാൻഡിങ്. ലോർഡ് ഓപ്പൺഡ് ദെയർ അണ്ടർസ്റ്റാൻഡിങ്. അതിന് മലയാളത്തിൽ അത് നല്ലൊരു പദപ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തിരുവെഴുത്തുകളെ നമ്മൾ അറിയുകയല്ല, പിന്നെ തിരിച്ചറിയാം. തിരുവെഴുത്തുകളെ തിരിച്ചറിയാം. ഇന്ന് സംഭവിക്കുന്നത് തിരുവെഴുത്തുകൾ നമുക്കെല്ലാവർക്കും അറിയാം. തിരുവെഴുത്തുകൾ നമുക്കെല്ലാവർക്കും അറിയാം. അതറിയാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാനിവിടെ വാക്യം വായിക്കുമ്പോൾ തന്നെ എന്തൊക്കെ പറയുമെന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഒരാൾ ദൈവവചനം ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു വാക്യം വായിക്കുമ്പോൾ, ഒരു അധ്യായം വായിക്കുമ്പോൾ എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. പക്ഷെങ്കിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിവുണ്ട് എങ്കിലും എന്തില്ല? ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആരും പറയരുത് പുനലൂന്നൊരു പുള്ളി ഇവിടെ വന്ന് ഞങ്ങൾക്ക് എന്തില്ലെന്ന് പറഞ്ഞു, തിരിച്ചറിവില്ല എന്ന് പറഞ്ഞെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് അത് പറയിച്ചത്. അപ്പോൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും ഇത് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. അപ്പോൾ കർത്താവ് ഒരു കാര്യം ഇവിടെ പറയുകയാണ്. ഇത് നേരത്തെ തന്നെ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമാണ്. കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്: നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാഞ്ഞാൽ ആ അറിവും ഇതേപോലെ തന്നെയാണ്, തിരിച്ചറിവാണ്. അപ്പൊ ദൈവവചനം അറിവ് കൂടിപ്പോയത് കൊണ്ടാണ് ഇന്ന് പലരും എന്ത് ചെയ്യുന്നത്? തെറ്റിപ്പോകുന്നത്, അല്ലെങ്കിൽ പിന്മാറ്റത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നത്. അറിവ് കൂടുതലായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത് അറിവ് ചീർപ്പിക്കുന്നു, അത് ഒരിക്കലും ആത്മീക വർധന വരുത്തുന്നതല്ല. അപ്പോൾ ദൈവവചനത്തിലെ അറിവുകൾ എത്രയും കൂടുന്നോ, മനസ്സിലായല്ലോ ഞാൻ പറയാനുള്ള കാരണം? അത് നമ്മളെ ഒരു പക്ഷെങ്കിൽ ചീർപ്പിക്കാനും നിഗളത്തിലേക്കും അത് ഞാൻ തെറ്റിപ്പോകാനും മറ്റുള്ളവരെ തെറ്റിലേക്ക് നയിക്കാനും ഒക്കെ കാരണമായി തീരാം. അൺലെസ് ആൻഡ് അണ്ടിൽ എന്ന് വരെ, എപ്പോൾ വരെ ആ ദൈവവചനത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് ഇല്ല എങ്കിൽ. അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചു വെച്ചത് നമ്മളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ്. നമ്മളെക്കുറിച്ച് അറിവുണ്ടെങ്കിലും നമ്മളെക്കുറിച്ച് വാസ്തവത്തിൽ നമുക്ക് എന്തില്ല? തിരിച്ചറിവ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കൊരിന്ത്യർക്ക് സംഭവിച്ച പ്രശ്നം അതാണ്. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഇവിടെ നമ്മുടെ കർത്താവ് പറയുകയാണ്. അപ്പോൾ കർത്താവ് ആദ്യം തൊട്ടേ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പരീശന്മാര്, സദൂക്യര്, അല്ലെങ്കിൽ ന്യായപ്രമാണം നന്നായിട്ട് അറിയുന്ന വ്യക്തി. ഇനി നിക്കോദിമോസിനോട് കർത്താവ് സംഭാഷിച്ച് ഇങ്ങനെ വരുമ്പോൾ പറയുന്നുണ്ട്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നീ ഇത് അറിയുന്നില്ലയോ? എന്തറിയുന്നില്ലയോ? വീണ്ടും ജനനത്തെക്കുറിച്ച്, വീണ്ടും ജനനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു പുനർജീവനെ കുറിച്ച്. ഇന്ന് തീത്തോസിൻ ലേഖനം പ്രിയ സഹോദരൻ വായിച്ചപ്പോൾ ആ വാക്യം കഴിഞ്ഞ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു പുനർജനന സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പുനർജനന സ്നാനം അത് വീണ്ടും ജനനത്തെക്കുറിച്ചാണ്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. നിക്കോദിമോസ് ചോദിക്കുക, മനുഷ്യൻ വൃദ്ധനായ ശേഷം ഞാൻ എങ്ങനെ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്ന്
ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതേപോലെ ദൈവവചനത്തിൽ പല പ്രസ്താവനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, അതൊന്നും എടുക്കണ്ട, അത് ഇങ്ങനെ വരുന്നത് ഞാനങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പോൾ സുവിശേഷകൻ വന്ന് പറയുകയാണ്. സുവിശേഷകന്റെ ആ ജ്ഞാനം എത്രയാണെന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇവിടെ 200 പണത്തിന് അപ്പം മേടിച്ചാൽ തികയത്തില്ല. ഒന്നാലോചിച്ച് നോക്കിയേ, എത്ര പേരുണ്ട് അവിടെ? എത്ര പേരുണ്ടെന്ന്, എത്ര പേർക്ക് ഫുഡ് കൊടുത്തു? അതും പോകട്ടെ, പന്തിയായിട്ട് ഇരുന്നവരെത്ര പേരാ? നിന്ന ഒരുത്തർക്കും കൊടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പോയവരെ തിരിച്ചും വിളിച്ചു കൊടുത്തില്ല. ഇരിക്കാൻ പറഞ്ഞു. അതാര് പറഞ്ഞു ഇരിക്കാൻ? കർത്താവും പറഞ്ഞില്ല. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു അവരെ എന്ത് ചെയ്യണം? ഇരുത്തണം. എന്തിനാ? ഫുഡ് കഴിക്കാൻ. എത്ര ഉണ്ട് അവിടെ? 5 അപ്പവും 2 മീനും. അത് ശിഷ്യന്മാര് തീർച്ചയായിട്ടും ചെന്ന് പറഞ്ഞു, കർത്താവിന്റെ കയ്യിൽ ഇപ്പൊ എന്തോ ഉണ്ട്? 5 അപ്പവും 2 മീനും ഉണ്ട്, ഇരിക്കുക. ഇത് കേൾക്കാതെ പോയവരായിരിക്കും കൂടുതലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത്രയും പേർക്ക് ഈ ഫുഡ് എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ ഇതിനെ വിശാലമാക്കിയതിന് ശേഷമുള്ള ഇരുത്തലല്ല അവിടെ സംഭവിക്കുന്നത്. അവരെ ഇരുത്താൻ പറ, ഞാൻ കൊടുത്തോളാം അവർക്ക് ഫുഡ്. അത് വിശ്വസിച്ചവരെല്ലാം ഇരുന്നവർക്ക് എന്ത് ചെയ്തു കൊടുത്തു? പങ്കിട്ട് കൊടുത്തു എന്ന് വായിക്കുന്നു. ഞാൻ പറഞ്ഞ വിഷയം അതല്ല. 200 പണത്തിന്, അല്ലെങ്കിൽ 5000 ഇന്ന് ഒരാൾ പറയുക, ഞാൻ പറയുക, അല്ലെങ്കിൽ ഈ സഭയിൽ ഒരു സുവിശേഷകനോ മൂപ്പനോ വിശ്വാസി ആരെങ്കിലും പറയുകയാണ്, 5000 200 രൂപയ്ക്ക് അപ്പം പൊറോട്ട മേടിച്ചാൽ, ഇപ്പം അപ്പം അല്ലല്ലോ, ഇപ്പം എല്ലാം പൊറോട്ടയാണല്ലോ, 200 രൂപയ്ക്ക് പൊറോട്ട മേടിച്ചാൽ തികയത്തില്ലെന്ന്. ആ വ്യക്തിയെ നോക്കി നമുക്ക് എന്തോ പറയാൻ സാധിക്കും? എന്നാലോചിച്ച് നോക്കി, 200 രൂപയ്ക്ക് പൊറോട്ട മേടിച്ചാൽ തികയത്തില്ലെന്ന്. ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെന്റാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്ര മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമുക്ക് ദൈവവചനത്തിലെ അറിവുണ്ട്, വാക്യം എവിടെയാണെന്നും അത് എന്താണ് ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ഇതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ബൈബിളിൽ എത്ര കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എണ്ണം വിട്ട് നമുക്ക് പറയാൻ അറിയാം. അല്ലെങ്കിൽ എവിടൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോമാലേഖനത്തിലുമുണ്ട്, കൊരിന്ത് ലേഖനത്തിലുമുണ്ട്, എഫേസ് ലേഖനത്തിലുമുണ്ട്. പിന്നെ 2 എണ്ണം ഏതും പോരാതെ ഇതെല്ലാം കൂടെ ചേർത്ത് എവിടെയും കൂടെ പറഞ്ഞിട്ടുണ്ട്, പത്രോസിന്റെ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, സഹോദരന്റെ കൃപാവരം ഏതാ? അല്ലെ സഹോദരിയുടെ കൃപാവരം ഏതാ? എത്രയും വാ പൊളിക്കാമോ അത്രയും അങ്ങ് പൊളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ കൃപാവരത്തെ കുറിച്ച് അറിയാം, പക്ഷേ കൃപാവരത്തെ കുറിച്ചുള്ള എന്തില്ല? തിരിച്ചറിവില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ദൈവവചനത്തിൽ ശിഷ്യന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് അറിവുണ്ട്, പക്ഷെ എന്തില്ല? തിരിച്ചറിവില്ല. അപ്പോൾ ശിഷ്യന്മാരോട്, ഈ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, പ്രവാചകന്മാർ പറഞ്ഞത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. എന്ന് പറഞ്ഞാൽ അവർ ഇച്ചിരി സ്ലോ ആണെന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ഫാസ്റ്റ് ആണ്, പക്ഷെങ്കിൽ ചില കാര്യത്തിൽ സ്ലോ ആണ്. ഏത് കാര്യത്തിലാ സ്ലോ? അവരോടുള്ള ബന്ധത്തിലാണ്. ദൈവവചനം അവരോടെന്ത് പറയുന്നു എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും ദൈവവചനം നമുക്കറിയാം, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, പക്ഷേ ദൈവവചനം എന്നോടുള്ള ബന്ധത്തിലുള്ള അറിവ് എനിക്ക് ഇല്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എന്തറിയേണ്ടതിന്? ദൈവഹിതം. എങ്ങനെ അറിയാം? ദൈവവചനത്തിലൂടെ. ഇത്രയേ ഉള്ളൂ. ദൈവവചനത്തിലൂടെ എൻ്റെ ദൈവത്തിൻ്റെ എന്നോടുള്ള ഇഷ്ടം എന്താണ്, ഞാൻ ആരായിരിക്കണം, ഞാൻ എന്ത് ചെയ്യണം, ഈ പ്രശ്നത്തിന്റെ നടുവിൽ ഞാൻ എങ്ങനെയായിരിക്കണം, ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ എന്ത് തീരുമാനമെടുക്കണം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ ഈ 24-ാം അധ്യായത്തിൽ കർത്താവ് ചെയ്ത ചില പ്രത്യേക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് കർത്താവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ എന്ത് ചെയ്യണം? നഗരത്തിൽ തന്നെ പാർക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ആ 50-ാം ദിവസത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനുശേഷം 50-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അനന്തരം അവൻ അവരെ, അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ നടന്നു. ഇതിനിടയ്ക്കും തൊട്ടു മുമ്പും
ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ലൂക്കോസ് അതെല്ലാം സമപ്പ് ചെയ്തിട്ട് ഏറ്റവും ഒടുവിൽ പറയുകയാണ്, അനന്തരം അവൻ അവരെ ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി എന്ത് ചെയ്തു? അവരെ അനുഗ്രഹിച്ചു. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചിന്താവിഷയം. സമയമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ എവിടെ കൊണ്ട് അവസാനിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. ഒരു അല്പമൊക്കെ നിങ്ങൾ ക്ഷമിക്കുമായിരിക്കും അല്ലേ? ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം വൈപ്പിനിലും ഇവിടെയൊക്കെ ഉള്ളവർ ഇച്ചിരി മനസ്സിന് കട്ടിയുള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ സമയമൊക്കെ കൃത്യമൊക്കെ തന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ പ്രസംഗിച്ചിട്ട് എന്ത് ചെയ്തോണം? പോയി ഇരുന്നോണം. അതിലധികമായിട്ടൊന്നും ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് ഒരു പക്ഷെങ്കിൽ പറ്റത്തില്ല. ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ വചനം പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു 10 മിനിറ്റോട് എടുത്തോളാൻ പറഞ്ഞു. 10 മിനിറ്റ് ആവുന്നതിന് മുമ്പ് അടുത്ത ഒരു ഇത് വന്നു, ഒരു 20 മിനിറ്റോട് എടുത്തോളാൻ പറഞ്ഞു. ആ 20 മിനിറ്റ് തീരാറായപ്പോൾ പറഞ്ഞു ഒരു 15 മിനിറ്റോട് എടുത്തോളാൻ പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കൂടെ എക്സ്ട്രാ എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ച ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അത്രയൊന്നും എടുക്കത്തില്ല, ആരെയും പേടിപ്പിക്കത്തില്ല. കാരണം എൻ്റെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സ്പീഡിൽ തന്നെ ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 50-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അനന്തരം അവൻ അവരെ ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി അവരെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോകുന്നവനാണ്. നമ്മുടെ കർത്താവ് എന്താണ്? കൂട്ടിക്കൊണ്ടുപോകുന്നവനാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അവരെ മാനസികമായിട്ടും അല്ലെങ്കിൽ അവരുടെ ചിന്താമണ്ഡലത്തിലും അവരുടെ പ്രവൃത്തികളോടുള്ള ബന്ധത്തിലും അതെല്ലാം റെക്ടിഫൈ ചെയ്ത് റിഫൈൻ ചെയ്ത് അവരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. നമ്മുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ചെറിയാൻ സാർ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഭിന്നത വെടിയാം ഒന്നാ. പക്ഷെ നമ്മൾ പാടുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഭിന്നത വെടിയാതെ ഒന്നാകാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് വിഷയം ഉണ്ടായാലും ഭിന്നത വെടിഞ്ഞില്ലേലും ബാക്കി മനസ്സിലായല്ലോ. ഭിന്നത വെടിയാതെ എങ്ങനെ ഒന്നായി കോംപ്രമൈസിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ എടുത്തു കഴിഞ്ഞാൽ, വ്യക്തികളോടുള്ള ബന്ധത്തിൽ, സുവിശേഷകന്മാർ തമ്മിൽ, സഭകൾ തമ്മിൽ, മൂപ്പന്മാർ തമ്മിൽ, വിശ്വാസികൾ തമ്മിൽ ഭിന്നത അത് റെക്ടിഫൈ ചെയ്യാതെ, റിഫൈൻ ചെയ്യാതെ, അതിന് പരിഹാരം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യണം? പരിഹാരം ഉണ്ടാക്കി അവരെ ഒന്നിച്ചു കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. കർത്താവ് വ്യക്തമായിട്ട് ഈ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ കർത്താവ് അവരോട് കൂടെ നടക്കുന്നു, ചേർന്ന് നടക്കുന്നു, സംസാരിക്കുന്നു, അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ സങ്കടം, എന്താ നിങ്ങളുടെ വിഷമം? കർത്താവിനോട് അവർ പറയുന്നുണ്ട്, നീ മാത്രം ഇതൊന്നും അറിയുന്നില്ലയോ? നമ്മുടെ കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ട്. എങ്കിലും കർത്താവിനോട് നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്. പക്ഷെങ്കിൽ കർത്താവ് അതെല്ലാം സംഭാഷിച്ച് പ്രശ്നങ്ങളെല്ലാം ഒടുവിൽ വൈപ്പിനിൽ ഇങ്ങോട്ട് എറണാകുളത്തു നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വൈപ്പിനിലോട്ട് തിരിയുന്ന ജംഗ്ഷനിൽ ആയി എന്ന് വിചാരിക്കുക. കർത്താവ് നേരെ പോകുന്ന ഭാവം കാണിച്ചു. കർത്താവിന് അറിയാം ഇവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, വലത്തോട്ടാണ് പോകേണ്ടത്. നായരമ്പലത്തോട്ട് പോകണമെങ്കിൽ വലത്തോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ കർത്താവ് നേരെ പോകുന്ന ഭാവം കാണിച്ചു. അപ്പോൾ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വരണം, ഇന്ന് രാത്രി വീട്ടിൽ പാർക്കണം. കർത്താവ് അവരോട് കൂടെ പോയി. ഒറ്റ കാര്യമുള്ളൂ, വിളിക്കോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. ഇവര് എന്നെ ക്ഷണിക്കുമോ അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ വരണോ എന്നുള്ളതൊന്ന് ആഗ്രഹിച്ച് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് അവരോട് കൂടെ പോയി ആഹാരത്തിന് സ്തോത്രം ചെയ്യാൻ പറഞ്ഞു. സ്തോത്രം ചെയ്തു, അവർക്ക് കൊടുത്തു. അപ്പോഴാണ് അവർ കയ്യിലെ ആണിപ്പാടുകൾ അവർ കണ്ടതും കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞത്. ആ രാത്രിയിൽ തന്നെ. എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയാം. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇത്രയും വന്നേല്ലയോ, കിടന്നുറങ്ങിയിട്ട് രാവിലെ പോകാം. നോ, പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ടേൺ. അവിടെ പ്രശ്നത്തിന് പരിഹാരമായി. അവരുടെ സംശയം എന്തായിരുന്നു? കർത്താവ് ഉയർത്തെഴുന്നേറ്റോ? വാസ്തവത്തിൽ ഉയർത്തെഴുന്നേറ്റതാണോ? കർത്താവ് പറഞ്ഞതൊക്കെ ശരിയായിരുന്നോ? ഇത് മശിക തന്നെയായിരുന്നോ? ഒറ്റ നിമിഷം കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം വന്നപ്പോൾ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ. എന്താ കൽപ്പന? എന്താ? നിങ്ങൾ ഈ നഗരത്തിൽ എന്ത് ചെയ്തോണം? MOC പാർക്കാനല്ല പറഞ്ഞേ. എവിടെ പാർത്തോണം? നഗരത്തിൽ, യെരുശലേമിൽ, ഞാൻ പറഞ്ഞയിടത്ത്, ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ഇരിക്കണം. അവര് നേരെ മടങ്ങി
അവിടെ ചെന്നു എന്നുള്ളതാണ്. അവിടെ ചെന്നപ്പോൾ കണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, നമ്മുടെ കർത്താവ് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകാം, നമ്മൾ ഈ ജഡത്തിലാണ് ജീവിക്കുന്നത്, എവിടെയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, എന്ത് വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ആ പ്രശ്നത്തിന് പരിപൂർണമായ സമ്പൂർണമായ ഒരു പരിഹാരമാണ്. ആ പരിഹാരത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിന് ചെയ്യാനുള്ളത് കർത്താവ് ചെയ്യും. പക്ഷെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനും നിങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനിയും രണ്ടാമത്തെ പ്രത്യേകത, അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി അവരെ ഒന്നിപ്പിച്ചിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കയിൽ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? സ്വർഗാരോഹണം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ആവർത്തിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ. എന്നിട്ടും അനുഗ്രഹിക്കാത്തതിന്റെ കാരണം എന്താ? കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്കൊന്നിച്ചായിരിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ആഴ്ചതോറും വന്ന് ഒരപ്പം നുറുക്കിയിട്ട് നമ്മൾ കർത്താവിനോട് പറയുക, കർത്താവേ ഈ അപ്പം ഒന്നായിരിക്കുന്നത് പോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇതിൽ പങ്കെടുത്ത ഞങ്ങളെല്ലാവരും എന്താണ്? ഒന്നാണ്. ഒരേ ചിന്താഗതി, ഒരേ മനസ്സ്, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് ഒരു ലോക്കൽ ചർച്ചിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ കർത്താവ് കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഇനിയും നമ്മുടെ കാര്യങ്ങളെല്ലാം വിട്ടോളൂ, അതായത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങ് വിടുകയാണ്, നിങ്ങളുടെ കാര്യമെല്ലാം നിങ്ങളുടെ മനോമുകുരത്തിൽ വരും എന്നുള്ളതിന് എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ദൈവവചനത്തിൽ ഇതിന് തൊട്ട് മുമ്പ് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റാത്ത വിധത്തിൽ ചില സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാത്തതിന്റെ ചില ന്യായമായ കാരണങ്ങൾ ഞാനൊന്ന് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പരിഹരിക്കപ്പെടാത്ത ചില ട്രോമാസ്, ചില ആഘാതങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പരിഹരിക്കപ്പെടാത്ത ചില ആഘാതങ്ങൾ. ആ വാക്ക് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിന് പോലും പരിഹരിക്കാനാകാത്ത ചില പ്രശ്നങ്ങൾ ജനത്തിന്റെ നടുവിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. യൂദ കർത്താവിന്റെ ശിഷ്യനായിരുന്നു, അല്ലേ? യൂദ കർത്താവിന്റെ ശിഷ്യനായിരുന്നു. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ എത്രയോ അവസരങ്ങൾ തന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഇത്ര മാത്രമാണ്. കർത്താവ് മുട്ടുകുത്തി താലത്തിൽ വെള്ളമെടുത്ത് അല്ലെങ്കിൽ തോർത്ത് എടുത്തിട്ട് അവന്റെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ചെവിയും ആ മനുഷ്യന്റെ വായും കൂടെ ഏറ്റവും അടുത്തു വന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു. അവിടുന്നാണ് അകന്നകന്നകന്നു പോയി പരിഹരിക്കാനാകാത്ത പ്രശ്നത്തിലേക്ക് പോയി ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ഇതുപോലെ ചില പ്രശ്നങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അത് ദൈവം അനുവദിച്ചാൽ വൈകിട്ടത്തെ ക്ലാസ്സിൽ ഞാൻ ആ ഭാഗത്തേക്ക് വരാൻ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പെടാനാവാത്തതങ്ങ് വിട്ടേരെ, പരിഹരിക്കപ്പെടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ പരിഹരിക്കപ്പെട്ടാലേ ഞാനും കുടുംബവും സഭയും തലമുറകളും അനുഗ്രഹിക്കപ്പെടാൻ ഇടയായി തീരത്തുള്ളൂ. 2, വിട്ടുമാറാൻ പറ്റാത്ത ചില പാപങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടെന്നേ. വിട്ടുമാറാൻ പറ്റാത്ത ചില പാപങ്ങൾ, പാപമാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയുന്നില്ല, തെറ്റാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇനിയും നമ്മുടെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ സ്വയം നിയന്ത്രണത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ,
ഞാൻ ഇങ്ങനെയുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ചിന്തകൾ തരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അടുത്തൊരു കാരണം, അനേക കാരണങ്ങളുണ്ട്, സമയത്തിന്റെ പരിമിതിയിൽ തന്നെ നിന്നുകൊണ്ട് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്തൊരു കാരണം എന്ന് പറയുന്നത് സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. സമയം നമ്മൾ എന്ത് ചെയ്തില്ല? തക്കത്തിൽ ഉപയോഗിച്ചില്ല. ദൈവം സമയം തരും, അത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്നും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്നും ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാലം വരും. പക്ഷെ അന്ന് ദൈവം അനുഗ്രഹിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ അനുഗ്രഹിക്കണമെന്നോ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്നോ നിർബന്ധമില്ല. അവിടെയാണ് സഭകളിൽ പ്രശ്നം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞേ? അവിടെയാണ് സഭകളിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്, അവിടെയാണ് സഭകളിൽ ഭിന്നത ഉണ്ടാകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം അവസരം കൃത്യമായിട്ട് തന്നിട്ടും അവിടെയൊന്നും നമ്മൾ തൃപ്തിപ്പെടാതെ ഞാൻ എന്തിനൊക്കെയോ വേണ്ടി ഓടുകയായിരുന്നു, ഞാൻ എന്തോ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി ഞാൻ ഓടുകയായിരുന്നു. പക്ഷെങ്കിൽ അതിൻ്റെ കാരണം ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, നമ്മൾ പലരും സ്തോത്രം ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഇന്നാരും ഇവിടെ അത് പറഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും സഭകളിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ അത് സ്തോത്രം ചെയ്യുമ്പോൾ കേൾക്കാറുണ്ട്. കർത്താവേ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം സഹോദരിമാർ, ആ സ്ത്രീകൾ ഒരുക്കിക്കൊണ്ടുവന്ന സുഗന്ധവർഗം പോലെ ഞങ്ങളും ഇന്ന് രാവിലെ എന്ത് ചെയ്തു വന്നിരിക്കുകയാണ്? ഒരുക്കി വന്നിരിക്കുകയാണ്. പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, അവർ ഒരുക്കിക്കൊണ്ടുവന്നത് കർത്താവിന് കൊടുക്കാൻ പറ്റിയോ? ഇല്ല. എന്താ കാരണം? എന്തുകൊണ്ട് അവർ ഒരുക്കിക്കൊണ്ടുവന്നത് കർത്താവിന് കൊടുക്കാൻ സാധിച്ചില്ല, അർപ്പിക്കാൻ സാധിച്ചില്ല? പക്ഷേ വേറെ ഒരു കൂട്ടർ ഒരുക്കുകയും ചെയ്തു, കർത്താവിന് കൊടുക്കുകയും ചെയ്തു. ഒരു കൂട്ടർ കൊടുക്കുന്നു, ഒരു കൂട്ടർക്ക് കൊടുക്കാൻ സാധിച്ചില്ല. എന്താ കാരണം? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1-2 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ശബത്ത് കഴിഞ്ഞ ശേഷം ഈ സ്ത്രീകൾ എവിടെ പോയി? കടയിൽ പോയി എന്ത് ചെയ്തു? അത് വാങ്ങി. എന്നാൽ ഈ ശബത്ത് കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത്, കർത്താവിനെ അടക്കിയത് വെള്ളിയാഴ്ചയാണെങ്കിൽ അടുത്തത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച, അതായത് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെ എന്ത് ചെയ്യും? കടയൊന്നും ഇല്ല, കടയെല്ലാം അടവാ. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, കടയടവാണ്. ശനിയാഴ്ച വൈകിട്ട് 6 മണി കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? കടയിൽ പോയി സാധനം വാങ്ങി. അധികാലത്ത് തന്നെ, ഇരുട്ടുള്ളപ്പോൾ തന്നെ സഹോദരിമാർ എന്ത് ചെയ്തു? എവിടെ പോയി? കല്ലറയ്ക്കൽ പോയി. പക്ഷെ അവിടെ ചെന്നപ്പം കർത്താവ് അവിടെ ഇല്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റ സമയമൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷെ അവർക്കത് കർത്താവിന് കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഇത് വാങ്ങിക്കേണ്ട സമയം ശബത്ത് കഴിഞ്ഞിട്ടല്ല, പിന്നെ ശബത്തിന് മുമ്പായിരുന്നു. അവരുടെ മുമ്പിൽ ഒരു 3 മണിക്കൂർ സമയം മിനിമം ഉണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കർത്താവ് മരിച്ചു 3 മണി. ഇനിയും അരിമത്തിയിലെ യോസേഫ് വളരെ പെട്ടെന്ന് തന്നെ പീലാത്തോസിന്റെ അടുക്കൽ ഓടുകയാണ്. എന്തിനു വേണ്ടി? പെർമിഷൻ മേടിക്കുന്നതിന് വേണ്ടി. ഈ ഡെഡ് ബോഡി ഒന്ന് കുരിശിൽ നിന്ന് ഇറക്കി ഒന്ന് കല്ലറയ്ക്കുള്ളിൽ വെക്കുന്നതിന് വേണ്ടി. യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ചോദ്യം, എവിടെ സുഗന്ധവർഗങ്ങൾ? ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പീലാത്തോസിന്റെ ആ അരമനയിൽ, കൊട്ടാരത്തിൽ പോകുന്ന സമയം തന്നെ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ സുഗന്ധക്കൂട്ടുമായിട്ട് വരികയാണ്. 100 റാത്തൽ, എത്ര കിലോ ഉണ്ടെന്നറിയാമോ? പ്രായമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം കൊണ്ടുവരികയാണ്. ഇവർ രണ്ടുപേരൂടെ ചേർന്ന് ഈ 6 മണിക്ക് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. പെർമിഷൻ വാങ്ങണം, ഇത് കൊണ്ടുവരണം. അവർ ഇനി അത് മാത്രമാണോ? ഇവർ രണ്ടുപേരൂടെ ചേർന്ന് കർത്താവിന്റെ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കണം. ഇനിയും അത് കഴിഞ്ഞിട്ട് ഒരു കണ്ണെത്താവുന്ന ഒരു ദൂരം, കണ്ണെത്താത്തയല്ല, കണ്ണെത്താവുന്ന ഒരു ദൂരം ഈ ശവവുമായിട്ട് അവർ ചുമന്ന് നടന്ന് അവിടെ പോകണം. ഞാൻ മനസ്സിലാക്കുന്ന കർത്താവിനെക്കാട്ടിലും എത്രയോ വെയിറ്റ് കൂടുതലാണെന്നറിയാം അവർ ഒരുക്കിക്കൊണ്ടുവന്ന സുഗന്ധക്കൂട്ട്. ഇത് രണ്ടും അവർ രണ്ടുപേരോട് ചേർന്ന് ചുമന്ന് ആ കല്ലറയ്ക്കൽ കൊണ്ടുപോയി സുഗന്ധവർഗമിട്ട് യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ശീലകൾ പൊതിഞ്ഞ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അടക്കി. പക്ഷേ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അവർ കല്ലറ വായ്ക്കൽ
കല്ല് ഉരുട്ടി വെച്ചു. ഈ രണ്ടുപേരോട് ചേർന്ന് ഉരുട്ടാൻ പറ്റിയ ഒരു കല്ലുമല്ല കേട്ടോ, കാളവണ്ടിച്ചക്രം പോലെയുള്ള വലിയ പാറക്കല്ല്. അതൊന്നും അവരുടെ മുമ്പിൽ ഒരു വിഷയമല്ല. ഇതെല്ലാം കൂടെ ചെയ്യാൻ ആകെപ്പാടെ കർത്താവ് മരിച്ചിട്ട് ശബ്ബത്ത് ആരംഭിക്കുന്ന 6 മണിക്ക് മുമ്പുള്ള ഈ ഒരു 3 മണിക്കൂർ മാത്രം. ആ സമയത്തിനുള്ളിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തതുകൊണ്ട് കർത്താവ്, ശിഷ്യന്മാരൊക്കെ എവിടെ പോയി? ബാക്കിയുള്ള ശിഷ്യന്മാർ, ബാക്കിയുള്ള സഹോദരിമാർ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവർ, കർത്താവിനാൽ സൗഖ്യമായവർ. ചോദ്യം ഒന്ന്, പത്രോസ് എവിടെ? പത്രോസ് എവിടെ? നമ്മളൊക്കെ പറയാറില്ലേ, കർത്താവ് പത്രോസിനെ ഒന്ന് നോക്കിയപ്പോൾ പുറത്തുപോയി ആദി ദുഃഖത്തോടെ എന്ത് ചെയ്തു? ഒട്ടിക്കരഞ്ഞു. ഈ വെറ്റ് ബിറ്റർലി. നമ്മൾ വിചാരിച്ചു പത്രോസ് മാനസാന്തരപ്പെട്ടെന്നല്ലേ? നോ, കരഞ്ഞതേ ഉള്ളൂ, മാനസാന്തരപ്പെട്ടില്ല, മടങ്ങി വന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ആ സ്ത്രീകൾ കൊണ്ടുവന്നത് ദൈവത്തിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, കർത്താവിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ കാരണം സമയം തക്കത്തിൽ ഉപയോഗിക്കാത്തതാണ്. ദൈവം നമുക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ എന്നെ കേൾക്കുന്ന യുവ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം ഇപ്പോൾ നിങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചാൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ 19ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ജീവൻ മാത്രമല്ല, എൻ്റെ ജീവിതവും സമർപ്പിക്കാൻ കൃപയാൽ എനിക്കിടയായി തീർന്നു എന്നുള്ളതാണ്. ദൈവം തന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ കർത്താവ് കൃപ തന്നതുകൊണ്ട് മാത്രം ഇന്ന് കർത്താവ് അല്പമായിട്ടെങ്കിലും എന്നെ കർത്താവ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഒരുപക്ഷെങ്കിൽ ഇന്ന് നമ്മൾ ഓടുന്ന ഓട്ടമുണ്ടല്ലോ, ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനിയും 2ാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കർത്താവിനെ കുറച്ചു പേര് കണ്ടു, കുറച്ചു പേര് കണ്ടില്ല. കണ്ടവരാരൊക്കെയാ? കാണാത്തവരാരൊക്കെയാണ്? എന്നാലോചിച്ച് നോക്കിയേ. സ്ത്രീകൾ ഓടുകയാണ് സുഗന്ധവർഗവുമായിട്ട്. അവർ നേരെ ഓടുക, അവർക്ക് കർത്താവിനെ കാണാൻ പറ്റുന്നില്ല. അവർ നേരെ മടങ്ങി വന്ന് പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞു. പത്രോസ് അവിടെ ഉണ്ട്, യോഹന്നാനോടൊപ്പം അവിടെയുണ്ട്. ഞങ്ങൾ ആ കല്ലറ തുറന്നു കിടക്കുന്നത് കണ്ടു. ദൂതൻ പറയുകയാണ്, കർത്താവ് അവിടെ ഇല്ല. നിങ്ങൾ എന്തിനാ ഈ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? അവർ രണ്ടുപേരും കൂടെ ഓടുകയാണ്. രണ്ടുപേരും ഓടി. ആരാദ്യം ചെന്നേ? യോഹന്നാൻ ആദ്യം ചെന്നു, പത്രോസ് പിന്നീടാ ചെന്നത്. പത്രോസും കണ്ടില്ല, യോഹന്നാനും കണ്ടില്ല. എല്ലാവരും മടങ്ങിപ്പോയി. പക്ഷെ ഒരാൾ മാത്രം അവിടെ നിന്നു. ഒരാൾ മാത്രം അവിടെ നിന്നു. അവൾ എങ്ങനെയാ അവിടെ നിന്നത്? ഒന്ന്, ഹൃദയനിർണയത്തോടെ. എന്താണ് ഹൃദയനിർണയം? ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടിട്ടേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, പോകത്തുള്ളൂ. തൊട്ടടുത്ത് ആരോ കാര്യം പറയുന്നു. അവൾ തിരിഞ്ഞ് ചോദിക്കുകയാണ്, തോട്ടക്കാരനെ. എന്താ തോട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? അരിമേത്യയിലെ യോസെഫാണോ താങ്കൾ? അതാ തോട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ. അരിമേത്യയിലെ യോസെഫിനോട് പറയുകയാണ്, നീ ആ കർത്താവിന്റെ ശരീരം എടുത്ത് കൊണ്ടുപോയെങ്കിൽ, എടുത്തെവിടെയെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ പറ, ഞാൻ അവനെ. എന്ത് റിസ്ക്കും സഹിക്കാനുള്ള ഒരു മനസ്സ്. 3, അവൾ കണ്ണുനീരോടെ അവിടെ കാത്തിരിക്കുകയാണ്. കണ്ണുനീരോടെ കാത്തിരിക്കുകയാണ്. അതൊന്നുമല്ല എന്നെ ചിന്തിപ്പിച്ചത്. നമ്മുടെ കർത്താവ് മരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങുകയാണ്. അവിടുന്ന് നമുക്കറിയാം, അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരങ്ങളിലേക്ക് പോവുകയാണ്. പിതാവിന്റെ സന്നിധിയിൽ ഇതുവരെ പോയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കർത്താവിനെ ആത്മാർത്ഥതയോടെ, കണ്ണുനീരോടെ, ഹൃദയനിർണയത്തോടെ ഒരു സഹോദരി കാത്തിരിക്കുകയാണ്. പ്രത്യക്ഷപ്പെടുകയാണ് മറിയേ എന്നുള്ളൊരു വിളിയുമായിട്ട്. യഹൂദന്മാർ നമസ്കരിക്കുന്ന ഒരു രംഗമുണ്ട്. കാല് കെട്ടിപ്പിടിച്ചാണ്, അല്ലെങ്കിൽ നെടുമ്പാട് വീണ് കാല് കെട്ടിപ്പിടിച്ചാണ് നമസ്കരിക്കാറുള്ളത്. മറിയോട് കർത്താവ് പറയുകയാണ്, എന്നെ തൊടരുത്, എന്നെ തൊടരുത്. എന്താ കാരണം? അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്. ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ പോയില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ദൗത്യവുമായിട്ട്, അതായത് താഴെ
പറുദീസ മേലെ പറുദീസയായിട്ട് മാറാനായിട്ട് പോവുകയാണ്, സ്ഥലം ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി മുതൽ പഴയ നിയമ വിശുദ്ധന്മാരില്ലല്ലോ, അവർക്ക് പോകാനുള്ള സ്ഥലം ഇനിയില്ല, അത് കഴിഞ്ഞു. പുതിയൊരു നിയമം ആരംഭിക്കുകയാണ്. ഇനി പോകുന്നത് കർത്താവിനോട് കൂടെയാണ്. ക്രിസ്തുവിൽ മരിക്കുന്നവർ കർത്താവിനോട് കൂടെ ആയിരിക്കുകയാണ്. ആ സ്ഥലം മാറ്റവും ആ ആത്മാക്കളുമായിട്ട് കർത്താവ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേയിൽ കർത്താവിന് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവിടെ പോയി ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ആർക്ക് പ്രത്യക്ഷപ്പെടാം? മറിയയ്ക്ക്. പക്ഷെങ്കിൽ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു കർത്താവാണ്. നമ്മുടെ ഹൃദയ നിർണയത്തിന്റെ മുമ്പാകെ മാറാൻ പറ്റാത്ത ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, കർത്താവ് അവൾക്ക് പ്രത്യക്ഷമായിട്ട് പറയുകയാണ്, നീ എൻ്റെ സഹോദരൻ. ഈ ശിഷ്യന്മാരോ ഈ മറ്റ് സ്ത്രീകളോ കർത്താവിൻ്റെ ഒരു സമയത്തിനായിട്ടൊന്ന് കാത്തിരിക്കാൻ തയ്യാറായോ? അവര് ഇല്ല. അവര് വന്നു, കണ്ടില്ല, അവരെന്ത് ചെയ്തു? പോയി. അവർക്കാർക്കും ഹൃദയനിർണയമില്ല, കണ്ണുനീരില്ല, തീരുമാനമില്ല, എന്ത് റിസ്ക്കും സഹിക്കാനുള്ള ഒരു മനസ്സില്ല. പക്ഷെ ഇതാ ഒരു സ്ത്രീരത്നം അവളോട് പറയുകയാണ്, നീ എൻ്റെ സഹോദരന്മാരോട് ചെന്ന് പറയണം, ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഇതാർക്കായിരുന്നു ഈ ഭാഗ്യം? ആർക്കാ കിട്ടണ്ടേ? കുറഞ്ഞ പക്ഷം പത്രോസിനായിരുന്നല്ലേ? കുറഞ്ഞ പക്ഷം. എവിടെ പോയി പത്രോസ്? എവിടെ പോയി? എൻ്റെ പ്രിയമുള്ളവരെ, അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരു മനസ്സില്ലാതെ ഇനിയും ഇതാ അടുത്തൊരു അല്പസമയം കൂടെ ഒന്ന് എടുത്തോട്ടെ, അടുത്തൊരു രംഗത്തേക്ക് വരികയാണ്. യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുകയാണ്. പേടി കൊണ്ട് പേടിച്ചറിണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാവരും ഉണ്ട്, ശിഷ്യന്മാരൊക്കെ ഉണ്ട്. കർത്താവ് അവരുടെ നടുവിൽ നിന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞു. കർത്താവ് പിന്നെയും പോവുകയാണ്. ഇതെല്ലാം നടക്കുന്നത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ തന്നെയാണ്. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പക്ഷേ 8 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു കൂടി വരവ് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആദ്യം കൂടി വന്നപ്പോൾ ആരവിടെ ഇല്ലായിരുന്നു? തോമാസ് അവിടെ ഇല്ലായിരുന്നു. എന്താ തോമാസ് വരാഞ്ഞതിൻ്റെ കാരണം? കർത്താവിന് ഇവരെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാനോ ഒരുമിച്ച് വരാനോ പറ്റുന്നില്ല. പല പല പ്രശ്നങ്ങളാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉള്ളതുപോലെ തന്നെ. തോമാസ് അവിടെ ഇല്ല. എന്താ തോമാസ് വരാഞ്ഞതിൻ്റെ കാരണം? നമ്മൾ മീറ്റിങ്ങിന് വരാത്തതിൻ്റെ കാരണം എന്താ? നമുക്ക് തന്നെ അറിയത്തില്ല. തോമാസിന്റെ കാരണം അതാ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന അതല്ല. തോമാസിന്റെ ജീവിതത്തിൽ ഈ കർത്താവിനെ കുറിച്ചുള്ള സംശയം അങ്ങ് ദൃഢപ്പെട്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ മശിഹയായിരുന്നോ? കർത്താവ് ഉയർത്തെഴുന്നേറ്റോ? ഇനിയും കൂടിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി കർത്താവ് പറഞ്ഞത് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തോമാസ് ആ മീറ്റിങ്ങിനില്ല. പക്ഷേ അതിൻ്റെ തലേ ആഴ്ച കൂടിയിരുന്ന എല്ലാവരും, ആ 10 പേരും ചേർന്ന് നേരെ പോയത് തോമാസിന്റെ അടുക്കലേക്കാണ്. നേരെ പോയത്. കാരണം അവരോടൊപ്പം തോമാസ് ഇല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ശിഷ്യന്മാർ കാണുന്നുള്ള ഒരു ബോധമെങ്കിലും തൽക്കാലം അവർക്കുണ്ടായിരുന്നു. അവർ നേരെ തോമാസിനോട് ചെന്ന് പറയുകയാണ്, കർത്താവ് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. ബാക്കി ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അടുത്ത ആഴ്ചയും നമ്മൾ സ്ഥിരമായിട്ട് അവിടെ കൂടി വരുമ്പോൾ തോമാസേ, താങ്കൾ അവിടെ ഉണ്ടാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. പക്ഷേ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു, നമ്മുടെ കർത്താവ് മഹാപുരോഹിതനാണ്, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. നമ്മുടെ കുറവുകളെ പരിഹരിക്കാൻ നമ്മുടെ കർത്താവ് എത്രത്തോളം നമുക്ക് വേണ്ടി താണുവരാമോ അത്രത്തോളം താണുവരാൻ തയ്യാറായ ഒരു കർത്താവാണ്. പക്ഷേ എങ്കിലും നമുക്കെന്തില്ല? മനസ്സില്ല, താഴാൻ മനസ്സില്ല. ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവരുവാൻ, ഒരുമിച്ച് കൊണ്ടുപോകുവാൻ നമുക്ക് മനസ്സില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ വഴികളൊന്ന് നോയിക്കേ. പക്ഷേ ആ ആഴ്ച കർത്താവ് പ്രത്യക്ഷമായതിൻ്റെ ഏക കാരണം ആർക്ക് വേണ്ടിയാണ്? തോമാസിന് വേണ്ടിയാണ്. പക്ഷേ തോമാസിന്റെ ജീവിതത്തിൽ നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ ഏതാണ്ട് 8-9 കൂട്ടം കാര്യങ്ങൾ തനിക്ക് നഷ്ടമായി. ഒന്ന്, നിങ്ങൾക്ക് സമാധാനം. ആ സമാധാനം ആർക്ക് കിട്ടിയില്ല? തോമാസിന് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു, അതും തോമാസിന് കാണാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഒന്നാമത്തേത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളത്, രണ്ടാമത്തേന് മിനിസ്ട്രിക്ക് വേണ്ടിയുള്ളത്. ഇത് രണ്ടും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഊതി പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ കൊടുത്തു, അതും ആർക്ക് കിട്ടിയില്ല? തോമാസിന് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനെ അയച്ച് ഞാനും നിങ്ങളെ അയക്കുന്നു, സെൻഡ് ഓഫ്. അത് ആർക്ക് കിട്ടിയില്ല? തോമാസിന് കിട്ടിയില്ല. അതിനുശേഷം ഒത്തിരി കൂട്ടം കാര്യങ്ങൾ തോമാസിന് കിട്ടിയില്ല.
പക്ഷെ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും ഒടുവിലത്തെ കാര്യം, പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകും. പത്രോസ് ഒറ്റയ്ക്കല്ല പോയത്. എത്ര പേര് കൂടുണ്ട്? 6 പേര് കൂടുണ്ട്. 6 പേര് കൂടുണ്ട്. 4 പേര് ഒരിടത്ത് കൂടിയിരിക്കുന്നു. 6 പേരെ കൂട്ടി പത്രോസ് എവിടെ പോകുന്നു? മീൻ പിടിക്കാനായിട്ട് പോകുന്നു. പത്രോസിന്റെ ജീവിതത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത അനേക പ്രശ്നങ്ങളുണ്ട്. എന്തായിരുന്നു പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ? ഒന്നാമത്തെ പ്രശ്നം എന്താണ്? കർത്താവ് പറഞ്ഞതൊന്നും തനിക്ക് അനുസരിക്കാൻ പറ്റിയില്ല. നീ ഒരു നാഴിക പോലും എന്നോട് ചേർന്ന് ഒന്നുണർന്നിരിക്കാൻ നിനക്ക് കഴിയുന്നില്ലേ? കഴിഞ്ഞില്ല. കർത്താവ് പറയുന്നത് അതിനു മുമ്പ് തന്നെ താൻ അനുസരിക്കുക. കർത്താവെ, ഞങ്ങൾ വാളുകൊണ്ട് വെട്ടണമോ? കർത്താവ് നോ എന്ന് പറയുന്നതിന് മുമ്പ് പുള്ളി എന്ത് ചെയ്തു? വെട്ടി. എന്നിട്ടും കർത്താവ് കൈ തൊട്ട് ആ മൽക്കോസിന്റെ കാത് എന്ത് ചെയ്തു? സൗഖ്യമാക്കി. അല്ലെങ്കിൽ ആ 3 കുരിശിൽ ഒന്നിൽ ആര് കിടക്കേണ്ടതാ? പത്രോസ് കിടക്കേണ്ടതാ. പക്ഷെ കർത്താവ് ഇതെല്ലാം നേരത്തെ കണ്ടു. എത്ര നമുക്ക് വേണ്ടി ക്ഷമയുള്ള കർത്താവാ. ക്രൂശി മരിക്കാൻ പോവാ, വേദന അനുഭവിക്കുന്ന സമയത്തും പ്രാണവേദന പോലെ ആയിത്തീർന്ന കർത്താവ് പത്രോസിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്നിട്ടും പത്രോസിന് മനസ്സിലാകുന്നില്ല. പത്രോസിന്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, എല്ലാവരും തള്ളിപ്പറഞ്ഞാലും ഞാൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല? തള്ളിപ്പറയത്തില്ല. പ്രാകാൻ തുടങ്ങി, ആണയിടാൻ തുടങ്ങി, എന്തെല്ലാം പ്രശ്നങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇവരെയും വിളിച്ചുകൊണ്ട് താൻ പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടും പത്രോസിന് എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ കർത്താവിനെ കാണാനായിട്ട്, അല്ലെങ്കിൽ ആദ്യമായിട്ട് കർത്താവിനെ കാണാനായിട്ട് സാധിച്ചില്ല. ഒരു സഹോദരിക്ക് കർത്താവിനെ കാണാൻ പറ്റി. ഇത് തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട്. പത്രോസ് പറയുകയാണ്. ഇതെല്ലാം പത്രോസിന്റെ ജീവിതത്തിൽ പിന്മാറിപ്പോകാനുള്ള കാരണങ്ങളാണ്. ഇതിന്റെ കാരണം എന്താ? ദൈവം തന്ന സമയം നമ്മൾ എന്ത് ചെയ്തില്ല? തക്കത്തിൽ ഉപയോഗിച്ചില്ല. ഇനിയും ഉയർത്തെഴുന്നേറ്റിട്ട് കർത്താവ് അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്, സഹോദരിമാരോട് പറയുന്ന ഒരു വാക്കുണ്ട്. അത് മർക്കൂസിന്റെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ശിഷ്യന്മാരോടും. ആ വാക്കാണ് എന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിപ്പിച്ചത്. പത്രോസിനോടും പറയണം. ആദ്യം ആരോട് പറയണം? ശിഷ്യന്മാരോട് പറയണം. പിന്നെ പോയി ആരോട് പറയണം? കർത്താവ് പത്രോസ് അല്ലെങ്കിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മൾ വായിക്കുന്നത് ഒന്നാമൻ പത്രോസ് എന്നാണ്. ഇപ്പൊ ആരായി മാറി? ഒന്നാമൻ ആരായി മാറി? ഒടുക്കത്തവനായിട്ട് മാറി. സഹിക്കാൻ പറ്റുമോ ഇപ്പോൾ പത്രോസിന്? പത്രോസിന്റെ ചോദ്യം, നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ വഴിയിലോട്ടൊന്ന് വരാമോ? എൻ്റെ കുഞ്ഞാടുകളെ നീ മീൻ പിടിക്കാൻ കൊണ്ടുപോകേണ്ടവനല്ല. എൻ്റെ കുഞ്ഞാടുകളെ നീ എന്ത് ചെയ്യണം? മേയിക്കണം. എൻ്റെ കുഞ്ഞാടുകളെ നീ പാലിക്കേണ്ടവനാണ്. എൻ്റെ കുഞ്ഞാടുകളെ നീ മേയിക്കേണ്ടവനാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വായിച്ച വാക്യം ഇതാണ്, അനന്തരം. ആ വാക്ക് ഓർമ്മയുണ്ടോ? അനന്തരം. ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കപ്പെട്ടേ മതിയാകുള്ളൂ. ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ കർത്താവുമായിട്ട് നമ്മളൊന്ന് രമ്യതയിലേക്ക് വന്നേ പറ്റത്തുള്ളൂ. നമ്മൾ എത്ര നിലവിളിച്ചാലും, എത്ര നമ്മൾ പ്രാർത്ഥിച്ചാലും, എത്ര നമ്മൾ ശുശ്രൂഷ ചെയ്താലും, എൻ്റെ പ്രിയമുള്ളവരെ, ആ ആണിപ്പഴുതുള്ള കരം നമുക്ക് വേണ്ടി എന്ത് ചെയ്യത്തില്ല? ഉയരില്ല. അല്ലെങ്കിൽ ഉയരില്ല. പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കും ഇതുണ്ടെന്നേ, അനുഗ്രഹം ഉണ്ടെന്നേ, കർത്താവ് കൂടെ ഉണ്ടെന്നേ ചിന്തിച്ചേക്കാം. പക്ഷേ ഇല്ലേ ഇല്ല. അനന്തരം. നമ്മുടെ ജീവിതത്തിൽ വജ്രമുന കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ടോ പ്രിയമുള്ളവരെ, അനന്തരം, അനന്തരം, അനന്തരം. അനന്തരം അവനവരെ കൂട്ടിക്കൊണ്ടുപോയി, ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി, കൈ ഉയർത്തി അവരെ എന്ത് ചെയ്തു? എനിക്ക് അനുഗ്രഹിക്കുന്നതിന് ഇവരുടെ ജീവിതത്തിൽ ഇനി ഒരു തടസ്സവും ഇല്ല. തോമാസ് വിളിച്ചതുപോലെ എൻ്റെ കർത്താവും അവർ ഒറ്റ വിളി മതിയെന്നേ. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ സകലവും അറിയുന്നു. ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരായിട്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവനവരെ കൂട്ടിക്കൊണ്ട്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ശിഷ്യന്മാർ കർത്താവിനെ നോക്കി നിൽക്കുന്നു, കർത്താവ് ശിഷ്യന്മാരെ നോക്കി നിൽക്കുന്നു. അവൻ കൈ ഉയർത്തി, ആ വാക്കിങ്ങനെയാ, കൈ ഉയർത്തി അവരെ അനുഗ്രഹിക്കയിൽ. കർത്താവ് മുകളിലോട്ട് പോകുന്നത് കൈ ഇങ്ങനെ വെച്ചോണ്ടാണ്. ഒറ്റ കാര്യം നിങ്ങൾ മറക്കരുത്, എന്നെ മറക്കരുത്, എൻ്റെ ഈ കൈ മറക്കരുത്.
എൻ്റെ വഴികൾ മറക്കരുത്, എൻ്റെ ചിന്തകൾ നിങ്ങൾ മറക്കരുത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. ഒറ്റ ചോദ്യം, എൻ്റെ വഴികളിലൂടെ നിങ്ങൾക്ക് എന്നെ സേവിക്കാൻ കഴിയുമെങ്കിൽ സേവിച്ചോളൂ. സ്വന്തം വഴികളിലല്ല, എൻ്റെ വഴികളിലൂടെ, എൻ്റെ മാർഗത്തിലൂടെ ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ? കർത്താവിൻ്റെ ശിഷ്യന്മാർ അങ്ങനെ തന്നെ ലോകമെമ്പാടും പോയി. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറകൾ അല്ലെങ്കിൽ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ തലമുറകളൊക്കെ കർത്താവിനെ അറിയാനിടയായി തീർന്നു. നമ്മളും കർത്താവിനെ അറിയാനിടയായി തീർന്നു. പക്ഷേ ഇന്ന് നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവിലേക്ക് അടുത്ത് വരിക, ഒരുമനപ്പെടുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് പരിഹാരമുണ്ടാക്കി കർത്താവിൻ്റെ അനുഗ്രഹത്തോടെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാനും സേവിക്കാനും ഇടയായി തീരും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, കടന്നു വന്ന സമയം മുതൽ ഈ വീണ്ടെടുത്ത കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ഏൽപ്പിച്ച കൽപ്പനകളെ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞ് കർത്താവ് ഏൽപ്പിച്ച അവിടുത്തെ ശുശ്രൂഷകളെ നിർഭയായിട്ട് ചെയ്യുവാൻ ഇന്നും കർത്താവെ അവിടെ ഞങ്ങളെ സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. പിന്നെയും കർത്താവെ, അവിടുത്തെ വചനത്തിൽ മുമ്പായ അല്പനേരമായിരിക്കാൻ തൻ്റെ ദാസനിലൂടെ കർത്താവെ ഞങ്ങൾക്ക് അവിടുത്തെ വചനം ശ്രമിപ്പാൻ കർത്താവെ അവിടെ സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. കർത്താവെ, തൻ്റെ ദാസനെ അവിടെ ആന്തരിയിൽ ബലപ്പെടുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അവിടെ നിന്ന് ശിഷ്യന്മാരെ പ്രധാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അനുഗ്രഹിച്ചു എന്നുള്ള ആ തിരുവെഴുത്ത് ഞങ്ങൾക്ക് ചിന്തിപ്പാനിടയാണ്. കർത്താവെ, ശിഷ്യന്മാർ പലപ്പോഴും അവർ കലക്കത്തിലായപ്പോഴും കർത്താവ് അവർ സംശയത്തിലായിരുന്നപ്പോൾ കർത്താവ് അവരുടെ കൂടെ നടന്നു. കർത്താവെ, അവർക്ക് ആവശ്യം വേണ്ടുന്ന ആലോചന അവിടെ നിന്ന് നൽകി അവരെ നടത്തി എന്നുള്ളത് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അവിടെ നിന്ന് അവരുടെ തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ അവിടെ നിന്ന് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ട്. പലപ്പോഴും കർത്താവെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടല്ലോ കർത്താവ്. അപ്പോൾ തിരുവെഴുത്തുകളും ദൈവശക്തിയും അറിയായക കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നു. ഞങ്ങളുടെ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് വാസനത്തിലേക്ക് അടുത്തു വന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവിന്റെ മുമ്പായി അറിയിപ്പാൻ അങ്ങനെ ദൈവിക ആലോചന ലഭിച്ച് മുന്നോട്ട് പോകുവാൻ വരും ദിവസങ്ങളിൽ കർത്താവ് ധാരാളമായിട്ട് ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. തോമസിനെ കുറിച്ച് ഞങ്ങൾ കേട്ടല്ലോ. തന്റെ ജീവിതത്തിൽ വലിയൊരു അവിശ്വാസം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നല്ലോ. കർത്താവ് ഉയർത്തെഴുന്നേറ്റോ എന്നുള്ള സംശയം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കർത്താവ് തന്നെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ കർത്താവ് തോമസിന്റെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ ദൈവവും എൻ്റെ കർത്താവായുള്ളവേ എന്നുള്ള ആ നിലവിളി ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പലപ്പോഴും കർത്താവെ ഞങ്ങൾക്ക് താഴ്മ ഇല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങൾ തിരുവെഴുത്ത് ഓർക്കുന്നു. അവിടെ നിന്ന് നികളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ കർത്താവിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി വരും ദിവസങ്ങളിൽ ദൈവിക ആലോചന അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തീയ ജീവൻ നയിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസിനെ കുറിച്ച് ഞങ്ങൾ കേട്ടത് കർത്താവെ തന്നെയും കർത്താവ് തിരഞ്ഞെടുത്ത് ഒന്നാമനാക്കി തീർത്തു. എങ്കിൽ കർത്താവ് പലപ്പോഴും താൻ തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. കർത്താവ് താൻ ഭൗതിക ജീവിതത്തിൽ കർത്താവെ താൻ മീൻ പിടിക്കാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് താൻ പിന്മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, കർത്താവ് രോഗത്തിന്റെ പ്രയാസങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ കർത്താവ് ഞങ്ങൾ തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടല്ലോ കർത്താവ്. എന്നാൽ കർത്താവ് ആ നല്ലവനായ കർത്താവിനെ മാറി ചാരിക്കൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ആ കർത്താവ് പത്രോസിനോട് ചോദിച്ച ആ ചോദ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുകയാണ്. ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിനോട് ചോദിച്ചല്ലോ. കർത്താവ് ഞങ്ങൾക്ക് കർത്താവിനെ ഉണ്മയായി സ്നേഹിപ്പാൻ വരും ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളെ ധാരാളമായിട്ട് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഈ വരും ദിവസങ്ങളിൽ ഈ കേട്ട വചന മുഖാന്തരം ആ വലിയ നന്മയ്ക്ക് കാരണമായി തീരുവാൻ അവരുടെയാക്കണം. തന്റെ ദാസനെ കർത്താവാണെങ്കിൽ സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. ശാരീരിക പ്രയാസങ്ങളുടെ മധ്യേ കർത്താവെ കടന്നു വരുവാൻ കർത്താവ് കൊടുത്ത കൃപക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ തുടർന്നും തന്റെ ദാസനെ അവൻ സഹായിക്കണം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുമെന്ന് പറഞ്ഞ കർത്താവ് ദൈവിക ആലോചന ഇനിയും ഞാൻ കേൾക്കാൻ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു.
മറിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടല്ലോ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആദാനായിരുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ദൈവം തരുന്ന അവസരങ്ങൾ തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട് കർത്താവ് ആ വലിയ നന്മ അനുഭവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവ് ഞങ്ങളുടെ വൈകിട്ട് നടക്കുന്ന മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തക്ക സമയത്ത് കർത്താവ് യോഗം നടക്കാൻ കർത്താവ് വിവിധ സ്ഥലം സഭകളിൽ നിന്നും സഹോദരന്മാരൊക്കെ കടന്നു വരുവാൻ കർത്താവ് വഴി മുഖാന്തരം വരുമെന്ന് പ്രാർത്ഥിക്കുന്നു. ചൂടിൻ്റെതായ പ്രയാസമുണ്ട്, കാലാവസ്ഥാനുകൂലമാക്കി നൽകി സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കർദാസനെ ബലപ്പെടുത്തണം. കേൾക്കുന്ന വചനം കർത്താവ് ഞങ്ങളുടെ ആ ക്രിസ്ത്യൻ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ വഴി പിൻപറ്റി ചെയ്യുവാൻ, ഞങ്ങളുടെ വഴികളല്ല ക്രിസ്തുവിന്റെ വഴി പിൻപറ്റി മുന്നോട്ട് പോകാൻ ആ വചനം മുഖാന്തരം കർത്താവെ അവിടുന്ന് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾക്കുന്ന വചനം തിരുവായ്ത്തലുള്ള വാളായി ഞങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുവാൻ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർദാസനെ ആ നിലയിൽ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങൾക്ക് ഈ നിലയിൽ നൽകി തന്ന എല്ലാ കൂട്ടിലും കൂട്ടായ്മക്കായിട്ട് നന്ദി നമസ്കാരം. രോഗികളായ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു. ബന്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ കൈയുടെ പ്രയാസം മാറുവാൻ കർത്താവ് ശുശ്രൂഷയുടെ വ്യാപൃതനായി തീരുവാൻ അവനെ ധാരാളമായിട്ട് നൽകി സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കൈയുടെ പാട്ട് വളർന്ന പ്രിയപ്പെട്ടവർക്കും ആവശ്യമുണ്ടെങ്കിൽ നൽകി സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളിൽ കേൾക്കാൻ കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് നൽകി തന്ന എല്ലാ നന്മക്കാരും സ്തോത്രം. അടിയുടെ പ്രാർത്ഥനയെ അതിനെ രക്ഷിതാവും കർത്താവും വീണ്ടെടുക്കുവാനുമായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കർണാടകമേ സ്വർഗീയ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ഞങ്ങളെ ആശ്വസിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാക്കളുടെ സഹവാസം കൂട്ടായ്മയും വചനം സംസാരിതാസനോടും മുൻപോത്തോടും ഞങ്ങൾ ഓരോരുത്തരോടും ലോകമെമ്പാടുള്ള സർവ്വവിശുദ്ധന്മാരോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.